കേരള രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പലപ്പോഴും പലരും തറപ്പിച്ച് പറഞ്ഞൊരു സന്ദർഭം ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടു പോയപ്പോൾ ഒരുപാട് പേര് അത് പോസ്റ്റായും അല്ലെങ്കിൽ വാക്കാലും ഒക്കെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാർ എന്ന നേതാവിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം അത് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം, ദിവസം, അതിനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു സഹപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു ശിഷ്യൻ എന്ന രീതിയിലൊക്കെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അദ്ദേഹം ഒരു പാഠപുസ്തകമായിരുന്നു. പഠിക്കാൻ ഒത്തിരിയുള്ള വ്യക്തിയായിരുന്നു. ഞാൻ ആദ്യമായി എം അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ശ്രദ്ധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊക്കെ വളരെ മാതൃകപരമായി എടുക്കാൻ പറ്റിയ കാര്യമാണ്. വികസനവും കരുതൽ എന്ന ആ ഒരു ചിന്താഗതിയൊക്കെ എൻ്റെ ഒക്കെ മനസ്സിൽ കയറിയത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. അദ്ദേഹം ആ രീതിയിലുള്ള വർക്കാണെന്നുള്ള അദ്ദേഹം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തന്നെ നമ്മൾ കണ്ടു അല്ലേ, ഒരു ജനസമ്പർക്ക പരിപാടിയായിരുന്നു അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് നിന്ന ഒരാളെ എറണാകുളം ജില്ലയിൽ. അപ്പോൾ അത്രമാത്രം ജനങ്ങളുമായി ഇടപഴകി മുന്നോട്ട് പോയ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജനപ്രതി എന്നതിലും പൊതുപ്രവർത്തനം പ്രവർത്തന ശൈലിയൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പൊതുപ്രവർത്തന രംഗത്തിലും ജനപ്രതി എന്നതിലൊക്കെ ഞങ്ങളുടെ ഇതിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഞങ്ങൾ അത്രമാത്രം സ്വാധീനിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മരണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ വിലാപയാത്രയിൽ ആ വണ്ടിയിൽ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി ഉണ്ടായ ആളെ ഞാൻ. അപ്പോൾ അവിടെ അതൊരു ജനസമ്പർക്കമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി പോയ വഴികളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കൊന്നല്ല, എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ പുതിയ തലമുറക്കും പഴയ തലമുറക്കൊക്കെ അദ്ദേഹം ഒരു മാതൃകാപരമായി ഒരു ജനപ്രതി എന്നതിലൊരു ഒരു മുഖ്യമന്ത്രി എന്നതിലൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഒരാളാണ്. അതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. അദ്ദേഹവുമായിട്ട് നടത്തിയ സംഭാഷണങ്ങളിൽ ഏറ്റവും അധികം ഓർത്തിരിക്കുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ അതേതായിരിക്കും? അദ്ദേഹം പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, കമ്മിറ്റഡായി പ്രവർത്തിക്കുക. ആ ഒരു രീതിയാണ് അദ്ദേഹം എപ്പോഴും നമ്മളോട് പറയുന്ന കാര്യങ്ങളും വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളും അദ്ദേഹം നമ്മളായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും നമ്മളൊക്കെ ജീവിതത്തിൽ അനർത്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. മാതൃക പിന്നെ തീർച്ചയായിട്ടും മാതൃകയാക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല എന്ന നേതാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? രമേശ് ചെന്നിത്തല അദ്ദേഹം എല്ലാവരോടും നല്ല ആറ്റിറ്റ്യൂഡാണ്, സമീപനമാണ്, പോസിറ്റീവാണ്, നല്ല രീതിയിൽ തന്നെ പെരുമാറുന്ന വ്യക്തിയാണ്. അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞ എനിക്ക് നമ്മുടെ ഒരു പ്രിയപ്പെട്ട നേതാവാണ്. അപ്പോൾ അദ്ദേഹം എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പം അദ്ദേഹം പലപ്പോഴും ഈ കൂടെയുള്ള സഹപ്രവർത്തകരോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് ഒരു മുതിർന്ന നേതാവ് എന്നുള്ളതിൽ നിന്ന് വിട്ട് ഏത് നേതാവിലേക്കും ഇറങ്ങിച്ചെല്ലാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതി, അത് മാതൃകയാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ഇങ്ങനെയുള്ള നേതാക്കന്മാരെന്നുള്ള ഞങ്ങളൊക്കെ പലതും പഠിക്കുന്നത്. രമേശ് ചെന്നിത്തല ഈ ആറ്റിറ്റ്യൂഡ്, ഈ സമീപനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഞാൻ മാതൃകയാക്കി എടുത്തേക്കുന്നതാണ്. നമ്മൾ എപ്പോഴും രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിൽ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ്, പലരുടെ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ കണ്ട് തിരുത്തി പോകുന്ന ആളുകളാണ്. കെ.സി. വേണുഗോപാൽ അദ്ദേഹം കോൺഗ്രസ്സിന് വലിയൊരു സമ്പത്തായി വന്നു ഭവിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇലക്ഷൻ കാലത്ത് കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഒരു കുതിപ്പിന് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവയ്ക്കാനായിട്ട് പോകുന്ന ആശയങ്ങളൊക്കെ വലിയ കൗതുകത്തോടുകൂടിയും ആവേശത്തോടു കൂടിയുമാണ് കോൺഗ്രസ് അണികൾ ഉൾപ്പെടെ കാതോർത്തിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹവുമായിട്ടൊരു സൗഹൃദം അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി ഏത് ദിശയിലേക്കായിരിക്കും നയിക്കുക, അതിനെ പറ്റി എന്താ ഒരു MLA എന്നുള്ള രീതിയിൽ പറയാനാണ്? അല്ല, കെ.സി. വേണുഗോപാൽ നമുക്കറിയാം കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വലിയൊരു സംഭാവന ചെയ്യുന്ന നേതാവാണ്. അതെ, ഞാൻ കെ.സി. ആയിട്ട് അദ്ദേഹം KSU പ്രസിഡൻ്റായ കാലം മുതലും പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ സമയത്ത് പോലൊക്കെ നല്ല ബന്ധം, ദീർഘകാല സൗഹൃദമുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അപ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് അദ്ദേഹമായിട്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ സമയം മുതലുള്ള ബന്ധമാണ്. ഇന്നും ആ സൗഹൃദവും സ്നേഹവും എനിക്ക് അദ്ദേഹത്തോടുണ്ട്. തിരിച്ച് എന്നോട് അദ്ദേഹം ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം.
കോൺഗ്രസ് ഒരു നാഷണൽ ലീഡർ എന്ന രീതിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയാണ് നോക്കിക്കാണുന്നത്. മോദിക്കെതിരെ ഒരു ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ BJP ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് ഗവൺമെന്റിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് ക്യാപ്പബിളായ ഒരു നേതാവ് ഉണ്ടെന്നുള്ള രീതിയിലാണ് പലപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ മാതൃകയാക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നേതാവ് എന്ന രീതിയിൽ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഒരു MLA എന്നുള്ള രീതിയിൽ, കോൺഗ്രസ് MLA എന്നുള്ള രീതിയിൽ അൻവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്? രാഹുൽ ഗാന്ധിയൊക്കെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയ സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം. ഞങ്ങൾക്ക് MLA ആയല്ലോ അന്ന്. രാഹുൽ ഗാന്ധി അന്ന് കേരളത്തിലെ കുറേ ചെറുപ്പക്കാരെ കേരള പൊളിറ്റിക്സിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ജനപ്രതികളായി കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം താല്പര്യമെടുത്ത ആളാണ്. ഞാനൊക്കെ ആദ്യം മത്സരിക്കുമ്പോൾ ഞങ്ങൾ കുറേ MLA ആയിട്ട് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അന്ന് കുറേ ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതീക്ഷയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര തന്നെ ഞാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് നടന്ന് പിന്നെ എറണാകുളം വന്നിട്ട് പിന്നെ ഫുൾ കേരളത്തിൽ നടന്ന ഒരാളാണ് അദ്ദേഹത്തോടൊപ്പം. അത് ഭാരതത്തെ ഒന്നായി കാണുവാൻ അദ്ദേഹത്തെ പോലെ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ മുറുകി പിടിക്കാനും അത് സംരക്ഷിക്കപ്പെടാനും നേതൃത്വം നൽകുന്ന ഒരാൾ ഭാരതത്തിൽ, അതിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ നമ്മളെയൊക്കെ എപ്പോഴും വളരെ ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പല പ്രവർത്തന ശൈലിയൊക്കെ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടല്ലേ ഒരു പ്രതിപക്ഷ നേതാവായി നിലയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളിലും നരേന്ദ്രമോദിയുടെ വിഷയങ്ങളിലും അതിനൊക്കെ ആർജവത്തോടെ പറയാനും ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഭാവിയിലെ ഒരു ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവും, യാതൊരു സംശയമില്ല.